നമസ്കാരം, എല്ലാവർക്കും കനേഡിയൻ കൺട്രി സൈഡ് ലിവിങ്ങിലേക്ക് സ്വാഗതം. ഇത് ഞാൻ താമസിക്കുന്ന വീട്ടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ കൃഷിക്കാരും പശുവിനെയൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒന്ന് നടക്കാൻ പോയി. അന്നേരമാണ് കുറേ പശുക്കളൊക്കെ അവിടെ മഞ്ഞത്ത് നിൽക്കുന്നത് കണ്ടു, വെള്ളമൊക്കെ കുടിക്കുന്നത് കണ്ടു. പശുക്കളെ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് ബീഫൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സമ്മറിന് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബീഫൊക്കെ ഉണക്കി ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ആ ബീഫിനെ എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലാണ് ഞാൻ ആ ബീഫ് ഉണക്കുന്നത് കാണിച്ചത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് ഉണക്കിയത് വളരെ നേർമയായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിൽ പുരട്ടി ഒരു ദിവസം വെച്ചിരുന്നിട്ടാണ് ഞാൻ ബീഫ് ഉണക്കിയത്. ഇറച്ചി വേവിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 6 മാസമായി, ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുകയാണത്. ഇപ്പം ഈ ബീഫ് ഇങ്ങനെ എന്തൊക്കെയോ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിനെ ആദ്യം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടിച്ചൊക്കെ എടുക്കാം, പക്ഷേ ഇപ്പോഴും പൊടിച്ചെടുക്കുന്നതാണ് എളുപ്പം. അപ്പം ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലോട്ട് ഞാൻ വെളുത്തുള്ളി ഒന്ന് അയറ്റുവാണ്, ഇഞ്ചി, പച്ചമുളക്, ഇതിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. ഇതൊരുമാതിരി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണം, എന്നാലേ അത് വെന്ത് വരുള്ളൂ. ഈ ബീഫ് ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരണം, വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെയും ഇഞ്ചിയുടെയും ബീഫിൻ്റെയും ഒക്കെ. അന്നേരം കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലോട്ട് ഞാൻ മുളക് പൊടിയും, നല്ല എരി വേണമല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ മുളക് പൊടിയും, ഇത് ഓരോരുത്തരുടെ എരി അനുസരിച്ച് ഇടാം. കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടെ ഇടുക. ഇത് വെളിച്ചെണ്ണയാണ്, ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇടുകയാണ്. കട്ടിയായിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇനി ഇതെല്ലാം കൂടെ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വയ്ക്കാം. വേണമെങ്കിൽ ഇച്ചിരി വിനാഗിരി കൂടെ ചേർക്കാം. ഇപ്പോൾ എൻ്റെ ബീഫ് ചമ്മന്തി റെഡിയായി. ഇനി ഇത് കഴിക്കാൻ നോക്കട്ടെ. വലിയ പാത്രമൊന്നേ ഉള്ളൂ, കുറച്ച് കഞ്ഞി എടുക്കുന്നുള്ളൂ. ഇത് ചമ്മന്തിപ്പൊടി പോലെയാണ് ഞാൻ എടുക്കുന്നത്, ബീഫ് ചമ്മന്തിപ്പൊടി. അതും അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെയായിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. പുറത്ത് നല്ല മഞ്ഞ് പെയ്യാണ്. അപ്പം ചൂട് കഞ്ഞിയും ഈ ബീഫ് ചമ്മന്തിയും പപ്പടവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ബീഫ് ഉണക്കിയതില്ലെങ്കിൽ ബീഫ് വറുത്തും ഉണ്ടാക്കാം, പക്ഷേ ഈ ഉണക്കിയ ബീഫിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല. ഇത് കൊള്ളാം, നല്ല ടേസ്റ്റാണ്.
പോവല്ലേ, പ്ലീസ് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.